ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്നത്, നിങ്ങൾ ഇപ്പോൾ ഗോ ത്രൂ ചെയ്യുന്ന ഈ പ്രശ്നങ്ങളും സങ്കടങ്ങളും മാറുമോ എന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, 10 of Wands, Death and Rebirth, 5 of Wands, Knight of Cups, Magician, Son of Wands, Knight of Wands, Page of Wands. ബോട്ടത്തിൽ വന്നിരിക്കുന്ന 4 of Swords ആണ്. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മാറുമോ എന്നാണ്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന 10 of Wands ആണ്. നിങ്ങൾ ഇത്രയും ദിവസം കുറേ ബർഡൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി നിങ്ങൾ ഇന്ന് മാറും, നാളെ മാറും, ഇത്രയും പ്രശ്നം വന്നു, ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ജീവിതത്തിൽ സന്തോഷം വരും, ഇങ്ങനെ നിങ്ങൾ എന്നും ഇങ്ങനെ ഒരു പ്രതീക്ഷയോടെ കാത്ത് ഒരു ന്യൂ ബിഗിനിങ്സ്, ഒരു ദുഃഖം വന്നാൽ അതിൽ നിന്ന് വീണ്ടും എണീറ്റ് ഇനി എൻ്റെ ജീവിതം മാറും, അങ്ങനെ നിങ്ങൾ കുറേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നിരുന്ന് നിങ്ങൾക്ക് അത്രയും അതൊരു ഭാരമായി മാറി, മതിയായി, നിങ്ങൾക്ക് ഒന്ന് ഇറക്കി വച്ചാൽ മതി, അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ അതെല്ലാം എൻഡ് ആകാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അതിനെല്ലാം ഒരു അവസാനം വരും. കാരണം നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ചാലഞ്ചസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഒരേ സെയിം പാറ്റേണിൽ വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് നമ്മുടെ ഒരു കാർമിക് സൈക്കിൾ കൂടെ ആയിരിക്കാം. സോ അത് നമ്മൾ ഗോ ത്രൂ ചെയ്തേ പറ്റൂ. കാരണം അതെല്ലാം നിങ്ങൾക്ക് എൻ്റെ ആകും, തീർച്ചയായിട്ടും എൻ്റെ ആകുമെന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു മാറ്റം വരും. വീണ്ടും ഡെത്ത് എന്ന് പറയുമ്പോഴും എൻഡിങ് ആണ്, ഇവിടെയും പറഞ്ഞത് എൻഡിങ് ആണ്. അതിനെല്ലാം ഒരു അവസാനം വന്ന് ഒരു റീബർത്ത്. എൻഡ് എന്ന് പറയുമ്പോഴേ നമുക്കൊരു ന്യൂ ബിഗിനിങ്സ് ആണ്. നിങ്ങളുടെ ലൈഫിൽ പുതിയ തുടക്കങ്ങൾ വരുമെന്നാണ് കാണുന്നത്. കാരണം ഇവിടെ മെജീഷ്യൻ വന്നിട്ടുണ്ട്, പേജ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലെ പുതിയ തുടക്കങ്ങളും അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങളൊരു കരിയറിൻ്റെ കാര്യത്തിലായാലും ഇപ്പം പല പ്രശ്നങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നത് പല കാര്യങ്ങളിലും ആവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കരിയർ ബേസ് എന്ത് കാര്യത്തിലായാലും അതിനെല്ലാം ഒരു അവസാനം വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ന്യൂ ബിഗിനിങ്സ് വരും എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങൾ, വഴക്കുകൾ, വാക്ക് തർക്കങ്ങൾ, നിങ്ങളത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അത്രയും ഫേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് പോലും, ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളിൽ നിന്ന് പോലും നിങ്ങൾക്ക് അങ്ങനെയുള്ള ബാക്കിൽ നിന്നുള്ള ഗോസിപ്പ്, ബാക്ക് സ്റ്റാബൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത്രയും ഒരു വേദനകളൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവാം. അതിനിടയിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും. അത് ജീവിതത്തിൽ അങ്ങനെയാണ്. നമ്മൾ കുറേ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ലൈഫിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ പലരെയും മനസ്സിലാക്കാനും നമ്മൾ കറക്റ്റ് ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനൊക്കെ വേണ്ടിയാണ്. സോ ആ സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇവിടെ വരാൻ പോകുന്നത് നൈറ്റ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം എൻഡ് ആവുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് അതിലൊരു ഗ്രോത്ത് വരും. ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തെന്ന് അത് സ്റ്റക്ക് സിറ്റുവേഷനിൽ എന്നും പ്രശ്നങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒന്നും വരാതെ ഒരു ഡൗൺ ആയിട്ടൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു ഗ്രോത്ത് വരും എന്നാണ് കാണുന്നത്. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് നിങ്ങളിങ്ങനെ ഒരു തളർന്ന് നിൽക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വരും. ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു ഓഫറൊക്കെ തന്ന്, ഒരു വ്യക്തി ഒരു പ്രപ്പോസലിൻ്റെ ഒരു കാർഡാണ് ഇവിടെ കാണുന്നുണ്ട്, ഒരു ബൊക്കെയൊക്കെ വെച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തന്ന് നിങ്ങളെ കൂടെ നിൽക്കും എന്നാണ് കാണുന്നത്. നിങ്ങളെ സ്നേഹിക്കും. ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ദ മജീഷ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക് നടക്കും. ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവോ, എൻ്റെ ലൈഫിലൊന്നുമില്ല, എനിക്കെന്നും സങ്കടവും പ്രശ്നങ്ങളും മാത്രമാണെന്ന് ചിന്തിച്ച് എൻ്റെ ലൈഫിലൊന്നും നടക്കില്ലെന്ന് വിചാരിക്കുന്നെങ്കിൽ
ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ന്യൂ സ്റ്റാർട്ട് വരും. അത് കരിയറിൻ്റെ കാര്യത്തിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ന്യൂ ബിഗിനിങ്സ് വരും. ഒരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ആൾറെഡി പറഞ്ഞ നൈറ്റ് ഓഫ് കപ്സ് ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ തന്ന് ആ വ്യക്തി നിൽക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിലും ഒരു ന്യൂ സ്റ്റാർട്ട് വരും. ആ കരിയറിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ ഒരു ന്യൂ സ്റ്റാർട്ട് വരുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സക്സസ് വരും, നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വഴിയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ന്യൂ സ്റ്റാർട്ട് നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു സന്തോഷവും സമാധാനം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്വസ്ഥതയൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. ഇത്രയും ദിവസം നിങ്ങളുടെ വ്യക്തി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാൽ പോലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡിഫെൻസീവായിട്ട് നിന്നിട്ടുണ്ടാവാം. അതായത് നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് എഗൻസ്റ്റായിട്ട് നിൽക്കുന്നത് പോലെയും സ്വന്തം കാര്യം ആ വ്യക്തി പറയുന്നതാണ് കറക്റ്റ്, ആ വ്യക്തി എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സ്വന്തം കാര്യം മാത്രം നോക്കി നിന്നിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് എഗൻസ്റ്റായിട്ട് നിൽക്കുന്ന വ്യക്തി നിങ്ങൾക്ക് എപ്പോഴും ആ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എല്ലാ തെറ്റുകളും നിങ്ങളുടെ മേൽ വച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു ചേഞ്ചാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ ആ സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോയത് കൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പം എല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തിയും കോൺഫിഡൻറ്റും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം ഒരു ഗ്രോത്ത് വരും എന്നാണ് കാണുന്നത്. കാരണം ഇവിടെ നൈറ്റ് ഓഫ് സോട്ട്സ് ആൾറെഡി വന്നു, നൈറ്റ് ഓഫ് കപ്സ്, അതുപോലെ നൈറ്റ് ഓഫ് സോട്ട്സും വന്നിട്ടുണ്ട്. സോ അതൊരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗ്രോത്ത് വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ വരും. അത് റിലേഷൻഷിപ്പിൻ്റെ ആയാലും ആ വ്യക്തി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്നു നിങ്ങളോടൊപ്പം നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് പോകേണ്ട ഒരു ചാൻസ് എല്ലാം ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ആ ഈശ്വരൻ നിങ്ങൾക്ക് തരും എന്നാണ് കാണുന്നത്. നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ പോസിറ്റീവ് കാര്യം, ഇതുവരെ ആ വ്യക്തി നിങ്ങളുടെ നെഗറ്റീവ്സ് മാത്രം കണ്ടു നിന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്നാണ് കാണുന്നത്. പിന്നെ കുറച്ച് പേർക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എൻഡാക്കി, നിങ്ങൾ അത്രയും വിശ്വസിച്ച വ്യക്തി അത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി, നിങ്ങൾ ആ ബന്ധം ഒരു സെപ്പറേറ്റഡ് എൻഡായി, ഇനി ആ വ്യക്തിയുമായിട്ട് ഒന്നും വേണ്ടാന്ന് നിൽക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു നൈറ്റ് ഓഫ് കപ്സ് ഒരു പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കടന്നു വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് തന്ന് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ തന്ന് നിൽക്കുന്ന ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കടന്നു വരും എന്നാണ് കാണുന്നത്. കാരണം പേജ് ഓഫ് മജീഷ്യനൊക്കെ പറയുന്നത് ഒരു ന്യൂ ബിഗിനിങ്സ്. ആൾറെഡി സെപ്പറേഷനിലൊക്കെ ഇരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ആ വ്യക്തി തന്നെ തിരിച്ചു വന്ന് അങ്ങനെ നിൽക്കും. അല്ലാത്ത വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയൊരു വ്യക്തി നിങ്ങൾ അത്രയും സ്വപ്നം കണ്ടിരുന്ന രീതിയിലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ തന്നെ എന്താവുമെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് മാറും, ആ ബേർഡനൊക്കെ മാറി നിങ്ങൾക്കൊരു പുതിയൊരു സന്തോഷവും ഉന്മേഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് കാണുന്നത്. ബോർഡറിൽ വന്നെങ്കിൽ 4 ഓഫ് സോട്ട്സ് ആണ്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും കരിയറിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് പരസ്പരം ഒരു കോൺഫ്ലിക്റ്റോ അങ്ങനെയൊക്കെ നിങ്ങൾ കടന്നു പോയത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്കിംഗ് വന്നിട്ടുണ്ട്. അത്രയും ദുഃഖം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഒരു സ്റ്റക്കായി ഒരു കൂട്ടിലടയ്ക്കപ്പെട്ടതുപോലെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്തായാലും അതിനെല്ലാം ഒരു എൻഡിങ് ആയി പോയവർക്കാണെങ്കിൽ ഒരു പുതിയ വ്യക്തിയും, അല്ലാത്തവർക്ക് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിൽക്കും എന്നാണ് കാണുന്നത്. എന്തായാലും ഈ പ്രശ്നങ്ങൾ എല്ലാം എൻഡാവും, അവസാനിക്കും, എന്നും ഒരുപോലെ ഇരിക്കില്ല. ഒരു ഇരുട്ടുണ്ടെങ്കിൽ അടുത്തൊരു പ്രകാശവും ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും പ്രകാശം വരും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.